അങ്ങനെ പൊന്നിൻ ചിങ്ങപ്പുലരിയിൽ താരസംഘടനയെ മലയാള സിനിമ ലോകത്തെ നയിക്കാൻ ഒരു വനിതാ പ്രസിഡന്റ് ശ്വേതാ മേനോൻ. വലിയ ദൗത്യം, വലിയ കടമ, വലിയ ഉത്തരവാദിത്തം ഒക്കെയാണ് ശ്വേതാജിയെ കാത്തിരിക്കുന്നത് അല്ലേ? അതൊക്കെ കേൾക്കുമ്പോൾ പേടി വരുന്നത്, കേൾക്കാതിരുന്നല്ല ഓക്കെയാണ്. എന്നാലും നമുക്ക് നല്ല ദൗത്യമുണ്ട്, നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. യെസ്, ഒരുപാട് ക്ലീനപ്പ് ഉണ്ട്. യെസ്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്ന മാധ്യമങ്ങൾ പലപ്പോഴും ശ്വേതാമേനോൻ അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്ന് കേൾക്കാനിരിക്കുന്ന വാർത്തകളൊക്കെ ആയിരിക്കും. പക്ഷേ അമ്മയുടെ മക്കളെ അല്ലെങ്കിൽ അമ്മയുടെ സംഘടന അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കൈത്താങ്ങാണ് ഈ സംഘടന. അപ്പോൾ പ്രസിഡൻ്റായി നിൽക്കുമ്പോൾ നേരത്തെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ അംഗങ്ങൾക്ക് കൊടുക്കണമെന്ന് നമ്മൾ ഒരു പ്രസിഡൻ്റായി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കീ പൊസിഷനിൽ വന്നിരിക്കുകയാണ്, നമ്മുടെ ഒരു കൂട്ടായ ചർച്ചയിലൂടെ തീരുമാനിക്കേണ്ട കാര്യമാണ്. എങ്കിൽ പോലും ഒരു പ്രാഥമികമായി ഇപ്പം നമ്മൾ നിലവിൽ നടക്കുന്ന ഒരു കൈനീട്ടം അല്ലാതെ അവരുടെ ഹെൽത്ത്, അവരുടെ മെഡിസിൻസ്, ഇൻഷുറൻസ്, ഇതൊക്കെ ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഒന്നുമില്ലെങ്കിൽ ഒരു 5% എന്തെങ്കിലും നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു നമ്മൾ പറയും, നമ്മൾ ഇതുവരെയ്ക്കും ഓഫീസിൽ ഒഫീഷ്യൽ മീറ്റിംഗ് ഇതുവരെയ്ക്കും നടന്നിട്ടില്ല. ഇതൊരു കൂട്ടായ്മേൻ്റെ ഒരു ചർച്ചയെല്ലാം നടന്നിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴുള്ള ഒരു ഇതിൽ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സെപ്റ്റംബർ 1st വീക്കായി. അപ്പോൾ എന്തായാലും അവരുടെ മെഡിസിൻസും കൈനീട്ടം എല്ലാം അവരുടെ കയ്യിലെത്തും. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നുള്ള മാത്രമേ പ്രാർത്ഥനയുള്ളൂ. വലിയ പില്ലേഴ്സാണ് മലയാള സിനിമയെ കുറേ കാലമായിട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് അവർ പോയപ്പോൾ ഒരു വാക്വം വന്നു എന്നൊരു ഭയങ്കര. യെസ്, പക്ഷെ അവരെവിടെയും പോയിട്ടില്ല. ഇപ്പോഴും എന്നെ സംബന്ധിച്ച്, അല്ലാതെ നമ്മളെല്ലാവരെയും സംബന്ധിച്ച്, നമ്മളെ ഈ 3 പേരും നമ്മുടെ പേട്രൻസ് ആയിട്ട് തന്നെയാണ് നമ്മളവരെ കരുതുന്നത്. ബിക്കോസ് അവർ സപ്പോർട്ട് ഇല്ലാതെ അമ്മ എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ ദാറ്റ്സ് സംതിങ് ഐ വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദറ്റ്. അവർ നമ്മളെ എന്തായാലും സപ്പോർട്ടും ചെയ്യും. നമുക്ക് അവരുടെ ആവശ്യം ഉണ്ടെങ്കിൽ അവർ എന്തായാലും നമ്മൾ വന്നിട്ട് എന്താ പറയുക അവിടെ ഉണ്ടാവും എന്നാണ് നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. വിജയിച്ച് കഴിഞ്ഞ ശേഷം അംഗങ്ങളുമായി സ്വാഭാവികമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിക്കണം. എന്തൊക്കെ പ്രതികരണങ്ങൾ, ഏതൊക്കെ രീതിയിലാണ്? കാരണം മത്സരത്തിൻ്റെ ഒരു സ്വഭാവം കഴിഞ്ഞ് ഇനിയിപ്പോൾ എല്ലാവരുടെയും കൂടെ പ്രസിഡൻ്റാണ്. അപ്പം എന്താണ് അവരുടെ ഒരു ഫീഡ്ബാക്കൊക്കെ പൊതുവെ കിട്ടിയത്? അതിന് നിങ്ങളെല്ലാവരും എന്നെ വിട്ടു തരണ്ടേ? സമാധാനമായിട്ടിരിക്കാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഈ ഒരു വിജയം എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം വിജയമല്ല. നമ്മുടെ ഇപ്പോൾ മെമ്പേഴ്സ് ആണെങ്കിലും എവിടേക്കോ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. മീഡിയ ആണെങ്കിലും ജനങ്ങളാണെങ്കിലും എല്ലാവരും ഇൻഡയറക്റ്റ്ലി ആണെങ്കിലും പക്ഷെ ഭാഗമാണ്. സോ ദാറ്റ്സ് എ വെരി ബിഗ് തിങ്. അത് എന്നെ സംബന്ധിച്ച് ആസ് ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ്. പക്ഷെ അതൊന്നും ആലോചിച്ചിട്ടല്ല ഞാൻ നോമിനേഷൻ കൊടുത്തത്. ഞാൻ ഇപ്പോഴും അതന്നെ ആലോചിക്കുന്നത്. ഞാൻ ഇതൊന്നും ആലോചിക്കാതെ എന്താണ് എവിടെയാണ്. പക്ഷെ എനിക്കറിയാം ഇതിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എനിക്ക് ഡ്യൂട്ടീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്, ഒരുപാട് സ്ട്രെസ്സസ് ഉണ്ടാവും. ആൻഡ് അതേ സമയത്ത് എനിക്ക് എൻ്റെതായ കുടുംബമുണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, വർക്ക് ഉണ്ട്, ട്രാവൽ ഉണ്ട്, നമുക്ക് നമ്മുടെ ഇനോഗ്രേഷൻസും ഫിലിം ഷൂട്ടിങ്സ് എല്ലാം ഉണ്ട്. പക്ഷെ എവിടേക്കോ ആസ് എ ഐ തിങ്ക് വുമൻ, എനിക്ക് തോന്നുന്നു പണ്ട് കുറച്ച് വർഷങ്ങൾ മുമ്പേ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾ വന്നാൽ അവർ മൾട്ടി ടാസ്കേഴ്സ് അല്ല, അവരെല്ലാം കുടുംബിനി അല്ലേ. അപ്പോൾ അവർക്കെല്ലാം കുറേ കാര്യങ്ങൾ ചെയ്യാൻ എവിടേക്കോ അത് ദൈവം കൊടുത്തൊരു പവറുണ്ട്. ഐ ഫീൽ ആ ഒരു സീരിയസ്നെസ് ഇതുവരെയ്ക്കും എനിക്ക് വന്നിട്ടില്ല. ഐ നോ ദാറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഇറ്റ് വിൽ ബി ലിറ്റിൽ ഡിഫിക്കൽട്ട്. എല്ലാവരും പറയുന്നത് സ്ത്രീകൾ മുന്നോട്ട് വരണം. പക്ഷേ പല സംഘടനകൾ നോക്കി കഴിഞ്ഞാൽ ഇതുവരെ ഒരു സ്ത്രീകൾ എത്രത്തോളം പുരോഗമന ആശയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും പലപ്പോഴും സ്ത്രീകളെ അവർ ആ ഒരു അല്ലെങ്കിൽ സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അമ്മയുടെ ആ ഒരു നേതൃസ്ഥാനത്തേക്ക് 4 സ്ത്രീകൾ ഒരുമിച്ച് എത്തുകയാണ്. നിങ്ങളുടെ ഒരു പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ സഹജമായ ഒരുപാട് പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. ആ ഒരു ഫസ്റ്റ് ടാസ്ക് എന്നുള്ള രീതിയിൽ ഒരു കുറച്ചുകൂടെ ഫ്രണ്ട്ലി, പ്രത്യേകിച്ച് പല കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് ഈ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ വുമൺ ഫ്രണ്ട്ലി ആക്കണമല്ലോ ഷൂട്ടിംഗ് സൈറ്റുകൾ ഉൾപ്പെടെ. അപ്പം നമുക്ക് എന്താണ് പ്രധാനമായിട്ട് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് വനിതകൾ വരുമ്പോഴത്തേക്ക് അതാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അല്ല, ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോൾ സ്ത്രീകൾക്ക് എന്ത് ആവശ്യമുണ്ട് എന്നുള്ള സ്ത്രീകൾ തന്നെ ഉന്നയിക്കണം, പറയണം. അപ്പോഴേ ഇപ്പോൾ എനിക്ക് ടോയ്ലറ്റ് വേണമെങ്കിൽ ഞാൻ ചോദിക്കണം. ഞാൻ ചോദിച്ചാൽ മാത്രമേ എനിക്കൊരു ടോയ്ലറ്റ് കിട്ടുള്ളൂ. അത് ആരാണെങ്കിലും. അതിൽ എനിക്ക് തോന്നുന്നത് ന്യൂ കമ്മറോ അല്ലാതെ ഒരു സീനിയർ ആർട്ടിസ്റ്റോ അതൊന്നും അല്ല. നമുക്ക് ചോദിക്കാനുള്ള നമുക്ക് വായ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എന്തായാലും അത് സ്ത്രീകൾ ആദ്യം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ മത്സര രംഗത്തെ സമയത്ത് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഫൈറ്റ് ചെയ്ത് തന്നെ ശ്വേത വിജയിക്കട്ടെ എന്ന്. ഐ തിങ്ക് ദാറ്റ് വാസ് എ ഗുഡ് തിങ്. അല്ല, ബിക്കോസ് ദേവൻ അങ്കിൾ അത് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. പക്ഷെ ടുഡേ ഐ ഫീൽ
ഹി സെഡ് ഇറ്റ് റൈറ്റ്. ദേവൻ അങ്കിൾ പറഞ്ഞത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ദേവൻ അങ്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനിയറാണ്. ഞാൻ മൂപ്പരെ കൂടെ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വാസ് ലിറ്റിൽ ഡിഫിക്കൾട്ട്. മൂപ്പരെ പറ്റി എനിക്ക് കുറ്റവും പറയാൻ പറ്റൂല. നമുക്ക് നമ്മൾ പറയില്ലേ മത്സരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കുശുമ്പോ ഏഷ്ണി എന്തെങ്കിലും പറയണമെങ്കിൽ ദേവൻ അങ്കിൾ ഇങ്ങനെയാണ്, ദേവൻ അങ്കിൾ അങ്ങനെയാണ്, ഒന്നും പറയാൻ പറ്റാത്തൊരു, ബിക്കോസ് ഹീസ് എൻഡ് ഓഫ് ദ ഡേ ഈസ് സീനിയർ ആൻഡ് ഐ റെസ്പെക്ട് ഹിം. ആൻഡ് പക്ഷേ മൂപ്പരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത്. 90-കളിലൊക്കെ ഓർക്കുമ്പോൾ താരാപഥം ചേതോഹരമായൊരു കാലത്തിലൂടെയാണ് വന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആകാശവിധാനം കുറേ കൂടെ ബ്രൈറ്റ് ആയിരിക്കുകയാണ്. അതേ ദിവസം August 15, 1991 അനശ്വരം റിലീസായത്. August 15, 2025 ഞാൻ അമ്മേൻ്റെ പ്രസിഡന്റ് ആവുന്നത്. സോ ഫോർ മീ ഇറ്റ്സ് എ ബിഗ് ഹിസ്റ്ററി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പം ഒരു കുറേ ചിത്രങ്ങൾ തിരിഞ്ഞു നോക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല. നിങ്ങളൊന്ന് സമയം തന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കും, ഉറപ്പായിട്ട്. അമ്മയുടെ മീറ്റിംഗ് വല്ലതും ഉടനെ ഷെഡ്യൂൾ ചെയ്യും, അങ്ങനെ പ്ലാനിങ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ അൺഒഫീഷ്യലി മീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും, ബിക്കോസ് ആദ്യത്തെ മീറ്റിംഗ് ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവണം. അപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും ഇതെനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾ എടുക്കും. ഒന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് നമ്മുടെ ഐഡിയാസ് ഒന്ന് ഷെയർ ചെയ്ത് നമുക്കിതെങ്ങനെ സൊല്യൂഷൻ ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് ഗുഡ് ടു സീ പുതിയ ആൾക്കാർ, പുതിയ ഭാരവാഹികൾ. അപ്പോൾ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, നെർവസ്നെസ്സും ഉണ്ട്, പക്ഷേ ഒരു ചാലഞ്ചും ഉണ്ട്. തീർച്ചയായും ശ്വേതാ മേനോൻ എന്നുള്ള വ്യക്തിയുടെ നടി എന്നുള്ള രീതിയിൽ മലയാളികൾക്കറിയാം. ഇപ്പം ആ നേതൃപാഠവത്തിലെത്തിയ ഒരു നേതൃനിരയിലെത്തിയ ആളുടെ ഒരു പാഠവും ആ ഒരു ഞാനൊരു അൺബയസ്ഡ് പേഴ്സൺ ആണ്. ഐ എം നോട്ട് എ വെരി ബയസ്ഡ് പേഴ്സൺ. അപ്പോൾ അൺബയസ്ഡ് പേഴ്സൺ ആയതുകൊണ്ട് കോൺഫിഡൻസ് ഉണ്ട് ദാറ്റ് കുറച്ച് സംസാരിക്കാതെ കേൾക്കാനുള്ള ഒരു ശേഷം കുറച്ച് കൂട്ടണം എന്നാണ് എൻ്റെ ഇപ്പോൾ. മീഡിയ ആയിട്ട് കുറച്ചുകൂടി ഇതേ ബന്ധം തന്നെ കാത്തു സൂക്ഷിക്കുമല്ലോ തീർച്ചയായിട്ടും. പിന്നെ ഞാൻ എൻ്റെ ഭർത്താവ് മീഡിയക്കാരനല്ലേ, അപ്പോൾ എനിക്ക് ഐ ലവ് മീഡിയ. അല്ല, കുറച്ച് കാലമായിട്ട് കുറച്ച് അകന്നു നിൽക്കുകയായിരുന്നു മീഡിയ. അല്ല, അമ്മയുടെ ഭാരവാഹികൾ പൊതുവെ. അതുകൊണ്ട് ഇനിയിപ്പോൾ പഴയ ഞങ്ങൾക്ക് അമ്മ വന്നു. എന്തായാലും വലിയ സന്തോഷം ഈ ചുരുങ്ങി, കാരണം തീർച്ചയായിട്ടും മീഡിയ വിട്ടു തന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും വിശദമായ അമ്മയുടെ ഭാവി പരിപാടികളുമായിട്ട് ഞങ്ങളുമായിട്ട് വീണ്ടും എത്തണം. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.